മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ വഴിമുട്ടുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന് നേരെയും വിമർശനം. സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അധിക്ഷേപിക്കുന്നതായി പരാതി. യമനിലും പ്രതിഷേധമുയരുന്നു. സമന്വയ ചർച്ചകൾക്കെതിരെ തീവ്ര ക്രൈസ്തവ സംഘടന കാസയും രംഗത്ത്. അസത്യ പ്രചരണങ്ങൾ ചർച്ചകൾക്ക് തിരിച്ചടിയാകുന്നുവെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണെങ്കിലും മോചനം ലഭിക്കാൻ തടസ്സങ്ങൾ ഒട്ടേറെയാണ്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഖത്താഖ് മഹദി ഒരുവിധത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് അറിയിച്ചതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ പാതിവഴിയിൽ മുടങ്ങി നിൽക്കുന്നത്. സഹോദരന്റെ ജീവന് പകരം ദിയാദനം ആവശ്യമില്ലെന്നും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണവർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകൾ മൂലമാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നത് സംബന്ധിച്ച് ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായത്. അതേസമയം കാന്തപുരത്തെ പോലെയുള്ള ആധ്യാത്മിക നേതാക്കളുടെ ഇടപെടലുകളിൽ പോലും സാമുദായിക സ്പർദ്ധ കലർത്താനും വിദ്വേഷം പടർത്താനുമുള്ള അവസരമായി ചിലർ വിനിയോഗിക്കുകയായിരുന്നു എന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തെ അത്യധികം പ്രകോപിപ്പിക്കുന്ന നീക്കമാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഏജൻസികൾ നിരന്തരം ശ്രമിച്ചിട്ടും വധശിക്ഷ സംബന്ധിച്ച് ഒരു അയവും വരുത്താൻ യമൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. വധശിക്ഷ ഏതാണ്ട് ഉറപ്പായ അവസരത്തിലാണ് കാന്തപുരം മുസ്ലിയാർ നടത്തിയ നീക്കങ്ങൾക്ക് അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടായത്. അതോടെ വിവിധ കോണുകളിൽ നിന്നും കാന്തപുരത്തിന് പ്രശംസകൾ ഉയരുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ ചിലരാണ് അത്യധികം വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളുമായി സോഷ്യൽ മീഡിയ വഴി ചിലർ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. പ്രകോപന പ്രതികരണങ്ങൾ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മഹദിയുടെ ഫേസ്ബുക്കിലേക്ക് ഇവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ശരിയായ അക്കൗണ്ടുകളും വ്യാജ അക്കൗണ്ടുകളുമെല്ലാം ഇവർ നിർബാധം ഉപയോഗിച്ചു വരികയാണ്. സഹോദരനെ കൊന്നവരോട് ക്ഷമിക്കരുതെന്നും ദിയാദനം വാങ്ങിയാൽ സഹോദരനോട് ചെയ്യുന്ന നീതി നിഷേധമാകുമെന്ന മട്ടിൽ അത്യന്തം പ്രകോപനപരമായാണ് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു യുവാവിനെ വധിച്ച് കൊത്തിനുറുക്കിയ രാക്ഷസിക്ക് വധശിക്ഷ ലഭിക്കുന്നതുവരെ പോരാടണമെന്ന മട്ടിലാണ് അറബി ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ പ്രതികരണങ്ങളുടെ ഒഴുക്ക്. കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അവഹേളിച്ചുകൊണ്ടുള്ള വാർത്തകളും ചിലർ യമനിലും ഇന്ത്യയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ഏറ്റവും അധികം ആദരിക്കുന്ന സൂഫി ഗുരുവാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ. അദ്ദേഹത്തെ ദിയാദനത്തിന്റെ പേരിൽ മോശമായി ചിത്രീകരിക്കാൻ ചിലർ നടത്തുന്ന നീക്കങ്ങളിൽ തലാലിന്റെ കുടുംബം അസ്വസ്ഥരുമാണ്. ദിയാദനത്തിന്റെ പേരിൽ വലിയൊരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനുള്ള നീക്കം നടക്കുകയാണെന്നും അതിൽ തലാലിന്റെ കുടുംബവും കൂട്ടുനിൽക്കുന്നെന്ന വിധത്തിലാണ് ചിലർ നടത്തുന്ന ചർച്ചകൾ. ഈ വിധം ചർച്ചകളെയും അറബിയിൽ പരിഭാഷപ്പെടുത്തിയാണ് ചിലർ യമനിലെ തലാലിന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതോടെയാണ് യമനിലെ ഒരു വിഭാഗം യുവാക്കളും പ്രകോപനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ദിയാദനം ആവശ്യമില്ലെന്നും തലാലിന്റെ സഹോദരൻ ശക്തമായി പ്രതികരിച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടും വിദ്വേഷമുള്ളവരാണ് ഈ വിധത്തിൽ അത്യന്തം മനുഷ്യത്വരഹിത പ്രതികരണങ്ങളുമായി അണിയറയിൽ നിറഞ്ഞാടുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി തീവ്ര ക്രൈസ്തവ സാമുദായിക സംഘടനയായ കാസയും രംഗത്തെത്തിയിട്ടുണ്ട്. കാസ നേതാവ് കെവിൻ പീറ്ററാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നിഷ്ഠൂര കുറ്റവാളിയെ രക്ഷിക്കാൻ എന്തിന് ഭരണകൂടങ്ങൾ ഇടപെടണമെന്ന ചോദ്യമാണ് കെവിൻ പീറ്റർ ഉയർത്തുന്നത്. കൊലപാതകികളെ സംരക്ഷിക്കുന്നത് ദൈവിക നിയമപ്രകാരം കുറ്റകൃത്യമാണെന്നും കാസ നേതാവ് അത്യന്തം വിഷലിപ്ത ഭാഷയിൽ കടന്നാക്രമിക്കുന്നുമുണ്ട്. മോചനത്തിന്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോളൂ, എന്നാൽ മോചന ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന അഭ്യർത്ഥനയുമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിയമസമിതി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം മനുഷ്യത്വരഹിത നീക്കങ്ങളുടെ ഫലമായി മോചന ശ്രമങ്ങൾ പ്രതിസന്ധിയിലാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉയരുന്ന അനാവശ്യ വിവാദങ്ങളും തെറ്റായ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയകൾ വഴിയുള്ള വിദ്വേഷ പരാമർശങ്ങളുമെല്ലാം വധശിക്ഷ സംബന്ധിച്ച ചർച്ചകളെ ദോഷകരമായി ബാധിക്കുകയാണെന്ന പ്രതികരണവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസും രംഗത്തെത്തി. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി ഉയരുന്നുണ്ടെങ്കിലും
തലാലിന്റെ കുടുംബത്തെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി നിമിഷപ്രിയയുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മറ്റ് രാഷ്ട്രീയ സാമുദായിക പ്രസ്ഥാനങ്ങളും ഒപ്പം ഭരണാധികാര കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവിധം ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷമെങ്കിലും സമവായ പ്രതീക്ഷകൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.